Hi friends, welcome to Dhiya's world. ഇന്ന് ഒരു പുതിയ തരം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആണ്. കറുത്ത കടല യൂസ് ചെയ്ത് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കറുത്ത കടലയാണ്. കറുത്ത കടല 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വെള്ളക്കടല വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെള്ളക്കടലക്കാട്ടും ഇത് നല്ല ഗുണമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കറുത്ത കടല ഇപ്പം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിനകത്ത് കുതിർത്ത് 8 മണിക്കൂറെങ്കിലും വയ്ക്കണം. നമ്മൾ ഇത് നേരത്തെ മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അരച്ച് അപ്പം തന്നെ കഴിക്കാവുന്ന റെസിപ്പിയാണ്. അപ്പം രാവിലെയാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തലേന്ന് രാത്രി മാത്രം ഇത് കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പം നമ്മളിത് ഒരു 8 മണിക്കൂർ വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വയ്ക്കുക. 1 കപ്പ് കടലയ്ക്ക് 1/2 കപ്പ് അരി എടുക്കുക. അരി നമുക്ക് പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലി അരി ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇഡ്ഡലി അരിയാണ്. ഇഡ്ഡലി അരി ഒരു 1 മണിക്കൂർ കുതിർത്താൽ മാത്രം മതി. ഞാൻ നേരത്തെ ഇന്നലെ തന്നെ 2ഉം കൂടി കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല. ഈ കടലയും അരിയും മാത്രമേ ഉള്ളൂ ചേർത്ത് അരയ്ക്കാൻ പോകുന്നത്. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും കൂടി യൂസ് ചെയ്ത് അരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് മാത്രമേ ഉള്ളൂ. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ജീരകം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉപ്പും കൂടിയിട്ട് നല്ലോണം മഷിയായിട്ട് നമ്മൾ സാധാ ദോശയ്ക്ക് മാവ് എങ്ങനെയാണോ അരയ്ക്കുന്നത് അതുപോലെ തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുക. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ദോശ ഒഴിച്ച് എടുത്താൽ മാത്രം മതി. ഈ ദോശ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ നോർമലായിട്ട് വേവുന്നതിനെക്കാട്ടും കുറച്ചും കൂടി സമയം വിടണം. എന്നാലേ ഈ കടലയെല്ലാം ഒന്ന് നല്ലോണം വേവത്തുള്ളൂ. ഇപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് കൂടി എക്സ്ട്രാ ആയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇഡ്ഡലി പൊടി നല്ലോണം മുകളിലിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മല്ലിയിലയും സവാളയും കൂടി നമ്മൾ ഊത്തപ്പം ചെയ്യുന്ന പോലെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഈ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണം. വളരെ ഹെൽത്തിയാണ്. ഒരു ദോശ കഴിക്കുവാണെങ്കിൽ ഫില്ലിംഗ് ആയിട്ടിരിക്കും. അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ until then it's bye from Dhiya's world.